നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഭൂമിയും വീടും എല്ലാവർക്കും 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം, 5 ലക്ഷം വീടുകൾ, നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി LDF സർക്കാർ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 4.5 ലക്ഷത്തോളം കുടുംബങ്ങളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വന്തമായി ഭൂമിയും അടച്ചുറപ്പുള്ള ഒരു വീടും ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണ് എന്ന മുദ്രാവാക്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയത്. ആ അവകാശം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കേരളം ചരിത്രപരമായ മറ്റൊരു നേട്ടത്തിലേക്ക് കൂടി കടന്നുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനൊപ്പം തന്നെ ലൈഫ് മിഷൻ പദ്ധതി വഴി 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാക്കുന്നതിന്റെ പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞിരുന്നു. ചുരുക്കത്തിൽ ഈ 2 പദ്ധതികളിലൂടെ മാത്രം ഏതാണ്ട് 40 ലക്ഷത്തോളം ജനങ്ങൾക്കാണ് സുരക്ഷിതമായിട്ടുള്ള ഭാവി ഒരുക്കിയതെന്നും മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളം എന്ന വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുകയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്. 2011-16 കാലയളവിൽ അന്നത്തെ UDF സർക്കാർ വിതരണം ചെയ്തത് വെറും 1.15 ലക്ഷം പട്ടയങ്ങളായിരുന്നുവെങ്കിൽ കഴിഞ്ഞ LDF സർക്കാർ വിതരണം ചെയ്തത് 1,77,011 പട്ടയങ്ങളായിരുന്നു. ഈ ഭരണകാലയളവിൽ 2,72,989 പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ആകെ 4.5 ലക്ഷം എന്ന വലിയ നേട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത മുത്തങ്ങയിലെ ആദിവാസി സഹോദരങ്ങളെ വെടിവെച്ചു കൊന്ന UDF ഭരണകാലത്തെ ഇരുണ്ട ചരിത്രത്തിൽ നിന്നും കേരളം എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. മുത്തങ്ങയിലെ ഭൂസമരത്തെ തുടർന്ന് കുടിയിറക്കപ്പെട്ട 282 ആദിവാസി കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി വീതം ലഭ്യമാക്കിയത് കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ്. അവശേഷിക്കുന്ന ഭൂരഹിതർക്ക് മരിയനാട് എസ്റ്റേറ്റിലെ 171 ഏക്കർ ഭൂമി ലഭ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെറ്റച്ചാലിൽ നടന്നു വന്ന ഭൂസമരം അവസാനിപ്പിച്ചു. 137 കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുവാനും ഇത് സഹായിച്ചു. ഇതാണ് വലതുപക്ഷത്തിന്റെ ജനദ്രോഹ നയങ്ങളെ തിരുത്തുന്ന ഇടതുപക്ഷ ബദൽ. ഡിജിറ്റൽ റീസർവേയിലൂടെയും പട്ടയ മിഷനിലൂടെയും അവകാശ രേഖകൾ ഓരോ പൗരനും ഉറപ്പാക്കുന്ന നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് വികസനവും ക്ഷേമവും ഒത്തുചേർന്ന് കേരളത്തിന്റെ തുടർച്ചയ്ക്കായി നമുക്ക് കൈകോർക്കാമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.